ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെടലിൻ്റെ കനൽ അനുഭവിക്കേണ്ടതായി വരും. തന്നെ അവഗണിച്ചവരെയും മനസ്സിലാക്കാതെ പോയവരെയും ആ സമയങ്ങളിൽ നാം ശപിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ജനിച്ചതും ഇനി മരിക്കുന്നതുമെല്ലാം നാം തനിച്ചു തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നൽ വെറും തോന്നൽ മാത്രമാണ്. നമ്മുടെ തോന്നലിൽ തോറ്റുപോയതിന് അവരെ ശപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വാസ്തവത്തിൽ നിങ്ങളെ അവഗണിച്ചത്, നിങ്ങളെ മനസ്സിലാക്കാതെ പോയവർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ, കേവലം ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെങ്കിൽ, അവർ നിങ്ങളെ ശക്തമായ രീതിയിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി കാലം നിയോഗിച്ച അധ്യാപകരാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കരുണയും ശക്തിയും പ്രചോദനവുമെല്ലാം തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന സത്യം അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെ ആളുകൾ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാത്ത ആന്തരാത്മാവിനോടൊപ്പം ചേർന്നു നിൽക്കുവാൻ പഠിക്കുക. ഒറ്റപ്പെടലിന്റെ നിശബ്ദതയിൽ ഒരാൾ ഇരിക്കേണ്ടി വരുമ്പോൾ ആ വ്യക്തിയെ ഉദ്ധരിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നതാണ്. അത് സ്വന്തം മനസാക്ഷിയുടെ ശബ്ദമാണ്. മനസാക്ഷിയുടെ ഈ ശബ്ദം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ബാഹ്യമായ ആലംബനങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യക്തി മാറി നിൽക്കേണ്ടതാണ്. ഇതൊരു വ്യക്തി സ്വയം ചെയ്യുന്നില്ലെങ്കിൽ കാലം ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള അവസരം സംഭാവന ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് അവനവനെ കണ്ടെത്തുവാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. ആ ഒറ്റപ്പെടലിൽ അവനവനെ വികസിപ്പിച്ചെടുക്കാനുള്ള അടിവളമാക്കി മാറ്റുക. ഒരു ശക്തമായ തിരിച്ചുവരവിനുള്ള ഒരു കൊച്ചു വെളിച്ചം അവിടെ കത്തണം. ഒരു കൊച്ചു വെളിച്ചം മാത്രമല്ല, ഒരു അഗ്നിയുടെ കൂമ്പാരം തന്നെ അവിടെ കത്തേണ്ടതാണ്. ഇത്തരത്തിൽ സന്നദ്ധമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുനിൽക്കുവാൻ ഈ ഞാനും ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അത് നിങ്ങൾ തന്നെ സ്വയം അവനവനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്.